is off in style. A magnificent strike into the crowd. India lift the World Cup. After 28 years, the parties start in the dressing room. And it's an Indian captain who's been absolutely magnificent in the night of the final. സച്ചിൻ ടെണ്ടുൽക്കർ ഔട്ടായാൽ ടി വി നിർത്തിപ്പോകുന്ന ഒരു കാലം എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും കാണും. അപ്പോഴാണ് മുടി നീട്ടി വളർത്തിയ ഒരു പയ്യൻ ക്രിക്കറ്റ് ലോകത്തെ കീഴടക്കാനായി വരുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്രിക്കറ്റ് താരമായി മാറി. ടീം ഇന്ത്യയുടെ വിജയ നായകൻ. ഏകദിന 2020 ലോകകപ്പുകളും ചാമ്പ്യൻസ് ട്രോഫിയും സമ്മാനിച്ച ക്യാപ്റ്റൻ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർ, വിക്കറ്റ് കീപ്പർ. വിശേഷണങ്ങൾക്കും വർണ്ണനകൾക്കും അതീതനാണ് ഈ റാഞ്ചിക്കാരൻ. ധോണിയെ ലോകം കണ്ടത് 7ാം നമ്പർ ജേഴ്സിയിൽ മാത്രം. എന്തുകൊണ്ട് 7ാം നമ്പർ എന്നതിന് ധോണി തന്നെ ഉത്തരം നൽകിയിരുന്നു. താൻ ജനിച്ചത് ജൂലൈയിലാണ്, 7ാം മാസത്തിലെ 7ാം ദിവസം. മറ്റു നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം 7ാം നമ്പർ തന്നെ തിരഞ്ഞെടുത്തു എന്നതായിരുന്നു ധോണിയുടെ മറുപടി. ധോണി വിരമിച്ച 3 വർഷം പിന്നിടുമ്പോഴാണ് BCCI നിർണായക തീരുമാനമെടുക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് പുരുഷ ടീമിൽ ആർക്കും 7ാം നമ്പർ നൽകില്ല. ഇതിഹാസ ക്യാപ്റ്റനോടുള്ള ബഹുമാനാർത്ഥമാണ് BCCIയുടെ തീരുമാനം. റണ്ണൌട്ടിൽ തുടങ്ങി റണ്ണൌട്ടിൽ അവസാനിച്ച കരിയർ ഇപ്പോൾ ഒരു പടുകൂറ്റൻ സിക്സറിന് ശേഷം ഒരു ക്യാച്ച് നൽകി IPL കരിയറും. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത IPLിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അയാളും കാണുമെന്ന്. ക്രീസിൽ ധോണി ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെയില്ല. സൗരവ് ഗാംഗുലി പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കിൽ തന്നെ വ്യക്തമാണ് ആരാണ് ധോണിയെന്നും എന്താണ് ക്യാപ്റ്റൻ കൂൾ എന്നതും. റാഞ്ചിയിലെ സ്കൂൾ ഫുട്ബോൾ ടീമിലെ ഗോൾ കീപ്പറായാണ് കായിക രംഗത്തേക്കുള്ള വരവ്. പിന്നീട് ആ കുട്ടി ക്രിക്കറ്റിനെ നെഞ്ചിലേറ്റി. പിന്നീട് വിക്കറ്റിന് പിന്നിൽ അവൻ മായാജാലം കാണിക്കാൻ തുടങ്ങി. മറ്റ് പലരും കളി മറക്കുമ്പോഴും ടീമിന്റെ രക്ഷയ്ക്കായി അയാളുടെ ബാറ്റ് ശബ്ദിച്ചു. 2007 പ്രഥമ T20 ലോകകപ്പ് ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ടാണ് ധോണി കിരീട വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് ക്രിക്കറ്റ് ആരാധകർ സാക്ഷ്യം വഹിച്ചത് ലോക ക്രിക്കറ്റിൽ സ്ഥാനമരക്കെട്ടുറപ്പിച്ച് മുന്നേറുന്ന ടീമിനെയാണ്. 2011 വേൾഡ് കപ്പ് സച്ചിൻ ടെണ്ടുൽക്കറിന് വേണ്ടി നേടുമെന്ന് അന്ന് നായകനായ ധോണി ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. വാങ്കഡയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ശ്രീലങ്കയുടെ നുവാൻ കുലശേഖരയെ അതിർത്തി കടത്തിക്കൊണ്ട് ധോണി ആ വാക്കും പാലിച്ചു. ധോണി ഫിനിഷ് ഓഫ് ഇൻ സ്റ്റൈൽ. ആ കളിയിലെ താരമായി മാറി ധോണി. 2011 ലോകകപ്പ് ഓർക്കുമ്പോൾ എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ സിക്സർ ആയിരിക്കും. 2013 ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയും അയാൾ ഇന്ത്യയിൽ എത്തിച്ചു. അതെ, എല്ലാ ICC ട്രോഫികളും നേടിയ ഒരേ ഒരു ക്യാപ്റ്റൻ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി. 2019 ഏകദിന ലോകകപ്പിന് മുമ്പ് ആരും പറഞ്ഞില്ല ഈ കിരീടം ധോണിക്ക് വേണ്ടി ഞങ്ങൾ നേടുമെന്ന്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉന്നതങ്ങളിലേക്ക് നയിച്ച നായകന് അർഹതപ്പെട്ട ഒന്നായിരിക്കാം ആ കിരീടം. എന്നാൽ ആ കിരീടം അയാൾക്കായി ഇന്ത്യൻ ടീമിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ആവുന്നത് പോലെ ടീമിന്റെ ജയത്തിനു വേണ്ടി അയാൾ പോരാടി. പക്ഷേ റണ്ണൌട്ടിൽ തുടങ്ങിയ കരിയർ റണ്ണൌട്ടിൽ തന്നെ അവസാനിച്ചു. നിറക്കണ്ണുകളോടെ തല താഴ്ത്തി പോകുന്ന ധോണി. ആ ദൃശ്യം കണ്ട് കരയാത്ത ഒരു ക്രിക്കറ്റ് ആരാധകർ പോലും കാണില്ല. പിന്നീട് ധോണിയുടെ കരിയർ IPL മാത്രമായി. 17 IPL സീസൺ കളിച്ച ധോണി 5 കിരീടവും 2 ചാമ്പ്യൻസ് ട്രോഫിയും ടീമിന് നേടിക്കൊടുത്തു. IPL ചരിത്രത്തിലെ രാജാക്കന്മാരായി ചെന്നൈ സൂപ്പർ കിങ്സും. ആരാധകർ ധോണിക്കൊരു പേരിട്ടു, തല. പിന്നീട് അയാൾക്കെല്ലാം ആ ടീം മാത്രമായി. കാൽമുട്ടിലെ പരിക്കും വേദനയും എല്ലാം വെച്ച് ഈ വർഷവും അയാൾ കളത്തിലിറങ്ങി. എന്നാൽ കിരീടം നിലനിർത്താൻ കഴിയാതെ ആ ടീം പുറത്തായി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരിക്കും കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിനെതിരെ മത്സരിച്ചത്. എന്നാൽ ധോണി ഇതുവരെ മാനേജ്മെന്റുമായി വിരമിക്കൽ കാര്യം സംസാരിച്ചിട്ടില്ല. അദ്ദേഹം അടുത്ത വർഷവും ടീമിന്റെ കൂടെ കാണുമെന്നാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരുടെയും പ്രതീക്ഷ.